ഒന്നാം ഓണം രണ്ടാം ഓണം എല്ലാം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞു എന്നുള്ളൊരു ഇത് വരണമെങ്കിൽ ഓണപ്പരിപാടി വേണമല്ലേ. അതും ഒരു നാട്ടുകാരെല്ലാം ഒന്നിച്ചിട്ട് ഒത്തൊരുമയുടെ കൂടെ പങ്കെടുത്താൽ അതിനൊപ്പം സന്തോഷം വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പം നമ്മളെ മല്ലം കൂട്ടായ്മ ഓണപ്പരിപാടി സംഘടിപ്പിച്ചിന് തിരുവോണം കഴിഞ്ഞ് അടുത്ത ദിവസം എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തിട്ടുമുണ്ട്. അതാണ് പരിപാടിയിലെ ഏറ്റവും വലിയ സക്സസ്സും. ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ പരിപാടി തുടങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. അത് പിന്നെ ഓണം കഴിഞ്ഞ് ക്ഷീണത്തിലെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. ലാസ്റ്റ് തന്നെ പിള്ളേർക്കുള്ള മിഠായി വറുക്കുന്ന ബലൂൺ പൊട്ടിക്കുന്ന അതെല്ലാമായിരുന്നു. അപ്പോൾ പിള്ളേർ ബലൂൺ പൊട്ടിക്കുന്ന വേണ്ടിയിട്ട് വനിതകൾക്കും ഇൻസ്പയർ ആയിട്ട് അവർക്കും വേണം പറഞ്ഞിട്ട് അവരും അതിൽ മത്സരിച്ചു. അപ്പോൾ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി അല്ല ഇവിടെ. ആരും സ്റ്റെപ്പ് ബാക്ക് ആയിട്ട് എല്ലാവരും ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു എല്ലാ പരിപാടിയിലും, ഒന്നിൽ മാത്രമല്ല. അപ്പോൾ ഇവരെല്ലാം ഇല്ലേ ഭയങ്കര ജെന്യൂനാണ്. എന്നോട് ഇങ്ങനെ വന്നിട്ട് പറയുന്നത്, വായിച്ച് ഞങ്ങൾ വീഡിയോ കാണലുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ആക്കിന്, ബെൽ ബട്ടൺ ഞെക്കിയിരുന്നല്ലോ. ആ ഒരു ഇന്നസെൻസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ മാത്രമല്ല കുറേ ആൾ ചാനലിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തോ പരിപാടി കൊണ്ടുവന്ന ചക്ലിയാണ്, അതെല്ലാം ഓൾ തിന്ന് തീർത്തു. ആ പരിപാടി ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. ഈ പരിപാടി നടക്കുന്നതിന് തലേദിവസം വരെ ഭയങ്കര മഴയായിരുന്നു. പരിപാടി നടക്കുന്ന അന്ന് ഈ നേച്ചർ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത പോലെ മഴ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. വെയിൽ പറഞ്ഞാൽ അങ്ങനത്തെ വെയിൽ, സൺസ്ക്രീൻ ഇല്ലെങ്കിലേ ചത്തോ അങ്ങനത്തെ വെയിലാണ്. സുന്ദരിക്ക് പൊട്ടോട്ട് സസ്യേട്ടനാട്ടോ. പിന്നെ ഈ അമ്പാടിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞത്, ഞാൻ കുറേ സമയം മയക്കും പിടിച്ച് നിന്നു. പാടുന്നേ ഇല്ല, അവന് ഭയങ്കര നാണക്കേട്. പിന്നെ എല്ലാ എല്ലാ ഐറ്റംസും വെറൈറ്റി ആയിരുന്നു. ഈ ബോൾ പാസ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന 2 ആൾ ഇരിക്കണം, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. മ്യൂസിക്കൽ ചെയറിൽ ഡാൻസും കളിച്ചുകൊണ്ട് ഓടുന്നു. പിന്നെ ഒരു ഈവനിങ് എല്ലാം ആകുമ്പോൾ ഇല്ലേ ഒരു 10 ടീംസ് രജിസ്റ്റർ ചെയ്തു മറ്റേ ഈ കമ്പവലിക്ക് വേണ്ടിയിട്ട്. അത് മെന്നിൻ്റെ കമ്പവലിക്ക്. വിമൻസിൻ്റെ 4 ടീംസ് ആയിരുന്നു. അത് മതം എന്ന് പറയുന്ന ഒരു ബയാസിങ് ഇല്ലാതെ തന്നെ കുറേ ആൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്തു. അതാണ് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു നാട്ടിൽ ഒരു പരിപാടി സക്സസ് ആവണമെങ്കിൽ നാട്ടുകാരുടെ കോപ്പറേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നലെ ഞാൻ വിറ്റ്നസ്സായി ആ ഒരു കാര്യത്തിന്. പിന്നെ 10 ടീംസ് ഉണ്ടായതുകൊണ്ട് എന്തായാലും ലേറ്റായി പരിപാടി കഴിയാൻ. സോ DJ മാർക്സ് എൻഡ് ഓഫ് പരിപാടീസ്.